നമ്മുടെയൊക്കെ ജീവിതത്തിൽ പണത്തിന് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ഉണ്ട്? അതിന് നമുക്ക് കൃത്യമായ ഒരു ഉത്തരം നൽകുവാൻ സാധിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പൈസക്കായിരിക്കണം. കാരണം പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ടപ്പെട്ട പലതിനെയും പിടിച്ചു നിർത്തുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് രാജാവായി ജീവിക്കാം. നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിലോ ഒരു യാചകനായി ജീവിക്കേണ്ടി വരും. ഇന്നത്തെ കാലത്ത് പണമാണ് എല്ലാം. പണമില്ലാത്തവൻ്റെ അടുത്ത് ആരും ഉണ്ടാവില്ല. അതിൻ്റെ ബേസിലാണ് സ്നേഹം പോലും ഉണ്ടാകുന്നത്. സ്നേഹത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ പോലും അവിടെ കാണാൻ കഴിയും. എന്തിനേറെ പറയുന്നു, പണം നമ്മുടെ കയ്യിൽ വേണ്ടത്ര ഇല്ലെങ്കിൽ നമുക്കൊന്ന് മനസ്സമാധാനം പോലും കിട്ടിയെന്ന് വരില്ല. എല്ലാവർക്കും അടിച്ച് പൊളിച്ച് ആഘോഷിച്ച് ജീവിക്കാൻ തന്നെയാണ് ഇഷ്ടം. പക്ഷേ അതിനെന്ത് വേണം? പണം വേണം. പണം കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു പവർ തന്നെയാണ്. നമുക്ക് എന്തിനും ഒരു ധൈര്യമുണ്ടാവും. ഇന്ന് ചിലപ്പോൾ നിങ്ങൾ തനിച്ചിരിക്കുന്ന ഒരാളായിരിക്കും. കാരണം നിങ്ങളുടെ കയ്യിൽ പണമില്ല. എന്നാൽ നാളെ അങ്ങനെയല്ല. നാളെ നിങ്ങൾ ഒരുപാട് പൈസ സമ്പാദിക്കും. പൈസ സമ്പാദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആൾക്കാർ പോലും നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായി തീരും. എന്തിനേറെ പറയുന്നു, നിങ്ങളുടെ ശത്രുക്കൾ പോലും നിങ്ങളുടെ കാൽ കീഴിലായിരിക്കും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ അച്ഛനെയും അമ്മയും കൂട്ടി പുറത്തു പോയിട്ട് പ്രൈസ് ടാഗ് നോക്കാതെ എന്ത് വേണമെങ്കിലും എത്ര വേണമെങ്കിലും മേടിച്ചു എന്ന് പറയുന്ന ആ ഒരു രംഗം. എന്നാൽ ഇതും കൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ അമ്മയും അച്ഛനും മറ്റുള്ളവരോട് പറയുന്നത്, എൻ്റെ മകൻ കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഈ കാണുന്നതൊക്കെ സമ്പാദിച്ചത്. ഇന്നവൻ ബില്യനെയറാണ്. ഇന്ന് നിങ്ങൾ ഒരു സാധാരണ കാറെടുത്ത് പുറത്തു പോയാൽ അധികം ആരും ശ്രദ്ധിച്ചെന്ന് വരില്ല. പക്ഷേ നാളെ നിങ്ങൾ ഒരു BMW അല്ലെങ്കിൽ ഒരു ബെൻസോ റോൾസ് റോയ്സോ ഒക്കെ എടുത്ത് പുറത്തു വന്നെന്ന് ആലോചിച്ച് നോക്കി. അത് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയായി മാറും. പൈസ സമ്പാദിക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്നാൽ അതിലേക്കുള്ള വഴി കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുമ്പോൾ മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവൂ. പിന്നീട് അങ്ങോട്ട് അതിൽ പിടിച്ച് കയറാം. നിങ്ങൾ വെക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത് ഒന്നൊന്നര ടാസ്ക് തന്നെയായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരും, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. എന്നാലും തോറ്റു കൊടുക്കാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ പണം ആവശ്യമാണ്. ഇന്ന് നിന്നെ തള്ളിപ്പറയുവാനും കളിയാക്കുവാനും കുറ്റപ്പെടുത്താനൊക്കെ ഒരുപാട് പേര് കാണും. പലരും നിന്നെ ആട്ടി ഓടിച്ചെന്ന് വരാം. പക്ഷേ നാളെ നീ നിൻ്റെ സ്വന്തം ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുമ്പോൾ അവർ പറയും, അതാ അവൻ എൻ്റെ കൂടെ പഠിച്ചെൻ്റെ ക്ലാസ്മേറ്റാണ്. കൃത്യമായ പ്ലാനിങ്ങോട് കൂടി മാത്രമേ നമുക്ക് പണം കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ഒരുപാട് പേർ ലീഗലായും ഇല്ലീഗലായും മണി മേക്ക് ചെയ്യുന്നു. പക്ഷേ ലീഗലായ വഴിയിലൂടെ പോയാൽ മാത്രമേ ആ പണം നമ്മുടെ കയ്യിൽ നിലനിൽക്കുകയുള്ളൂ. ഈ നിമിഷം മുതൽ നിങ്ങൾ തീരുമാനമെടുത്തോളൂ. അതിന് പ്രയത്നിച്ചു തുടങ്ങിക്കോളൂ. അടുത്ത ഫ്യൂച്ചർ മില്യനെയർ നിങ്ങൾ തന്നെ.